Hi, Namaste. Welcome back to another interesting topic of our English class. I know you people like to watch films very much, right? Yes. And have you ever read a screenplay? Screenplay means തിരക്കഥ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തിരക്കഥ വായിച്ചിട്ടുണ്ടോ? You know, a screenplay is the backbone of a film. ഒരു ഫിലിമിന്റെ ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ സിനിമയുടെ തിരക്കഥയാണ്. വൈ? ബിക്കോസ് ഇൻ ദ സ്ക്രീൻ പ്ലേ the writer clearly mentioned where to want to place the camera and how to shoot that scenes. All these details is clearly mentioned in the screenplay. ഒരു ക്യാമറ എവിടെ വെക്കണം, ഏത് പൊസിഷനിൽ ആ ഒരു സീൻ ഷൂട്ട് ചെയ്യണം, ആ ഡയലോഗ്സ് എന്തൊക്കെയായിരിക്കണം, അതിൽ എവിടെയാണ് ആ സീനിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവണം എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാവും. സോ a screenplay is the backbone of a film. Yes guys, today we are going to discuss a screenplay of a famous film, Children of Heaven, directed by Majid Majidi. So shall we start? Yes. The name of the chapter mentioned here is My Sister's Shoes. Okay, so I'll read the screenplay. Listen me carefully. Scene 1, cobbler's shop. ഒന്നാമത്തെ സീൻ, ആദ്യത്തെ സീൻ ഒരു ചെരുപ്പ് കുത്തിയുടെ ഒരു ഷോപ്പാണ്. ഒരു ചെരുപ്പ് തയ്ക്കുന്ന ഒരു ഷോപ്പാണ്. ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണാം. ആൻഡ് ക്ലോസ് അപ്പ് ഓഫ് എ cobbler stitching a girl's shoe. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ചെരുപ്പ് കുത്തി ഒരു പെൺകുട്ടിയുടെ ഷൂ തയ്ക്കുന്നതിന്റെ ഒരു ക്ലോസ് അപ്പ് ആണ് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ക്ലോസ് അപ്പ് മീൻസ് ആ സീൻ മാത്രം നമുക്ക് കാണുന്ന രീതിയിൽ വളരെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഒരു സീനാണത്. Then only the pink shoe and the cobbler's hand are in the frame. നമുക്ക് കാണാൻ പറ്റുക ആ കോബ്ലറിന്റെ കൈയും ആ ഒരു പിങ്ക് ഷൂവും മാത്രമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ട്. Then the camera moves back to the middle distance to show Ali sitting on a low chair next to the cobbler and watching him work. The cobbler finishes stitching the shoe, picks up the other one of the pair and hands them both to Ali. ആ ക്യാമറ ഒരല്പം പുറകിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരെയും കാണാൻ സാധിക്കുന്നുണ്ട്, അലിയെയും ആ കോബ്ലറിനെയും. അലി ഇങ്ങനെ ആ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് വാച്ച് ചെയ്യുകയാണ്. ആ ഒരു ഷൂസ് പണി കഴിഞ്ഞതിന് ശേഷം മറ്റതും എടുത്തിട്ട് രണ്ട് വർക്കും കഴിഞ്ഞിട്ട് അലിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അദ്ദേഹം. ആ ഷൂസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ഷൂസ് അലിയുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യാണ്. നെക്സ്റ്റ് ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ കോബ്ലർ ആൻഡ് അലി. കോബ്ലർ, ദാറ്റ്സ് ഓൾ me 13 നൊമൻസ്. ഇത്ര രൂപയായി എന്ന് പറയുന്നു. On that time Ali, thank you, gives money to the cobbler and he hand over that money to that cobbler. Cobbler, and here is your change. Picks up coins from the money box to give Ali. You can clearly watch all those things in this video. The next one, cut to the street outside. ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഷോപ്പിന് പുറത്തു നിന്നുള്ള ഒരു ഷോട്ട് ആണ്, ഒരു സീനാണ് നെക്സ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. And seen from across the street, the cobbler's shop where Ali and the cobbler are sitting can be seen. പുറത്തു നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അലിയും ആ കോബ്ലറും തമ്മിൽ ഇരിക്കുന്ന ആ സീൻസ് നമുക്ക് കാണാൻ സാധിക്കും. And to the right of the cobbler's shop is a door with a curtain hanging on its which appears to open into a row houses. Ali is leaving the shop. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കർട്ടൻ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഷോപ്പ്, ഒരു റോ ഓഫ് ഷോപ്സ് കാണാൻ പറ്റും. അലി അവിടുന്ന് ഇറങ്ങുന്നു. Ali's voice, thank you. Then the cobbler's voice, you're welcome, goodbye. A man with a parcel under his arm walks up to the curtained door. നിങ്ങൾക്ക് ഇപ്പോ ആ സീൻസ് ഇപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ സീനിൽ കാണാൻ പറ്റും. തൊട്ടടുത്ത് കൂടെ മറ്റൊരാള് പാസ് ചെയ്ത് പോവുകയാണ്. ആ കർട്ടൻ ഡോർ തുറന്ന് അകത്തോട്ട് കയറി പോകുന്നു. And lifts the curtain and goes in. As Ali comes out of the cobbler's shop, putting the shoes into a small black bag in his hand. Ali ആ ഷൂസ് ഒരു ബ്ലാക്ക് കവറിനകത്ത് ഇട്ടിട്ടാണ് പോകുന്നത്. And walks down the street and moves out of the frame on the left. ആ ലെഫ്റ്റിലോട്ട് നമ്മുടെ ഫ്രെയിമിൽ നിന്ന് തന്നെ അലി എന്ത് ചെയ്യുന്നു, അപ്പൊ ഡിസപ്പിയർ ആവുന്നു. നെക്സ്റ്റ് സീൻ, സീൻ 2, ഇറ്റ്സ് എ ബേക്കറി. ഒരു ബേക്കറിയുടെ സീനാണ് രണ്ടാമത്തെ സീൻ.
And inside the bakery shows a bread being baked, close of a hand putting into the stove, kneaded flour spread on a baking board and taking out the baked nut. ഒരു റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീൻസ് ആണ് നെക്സ്റ്റ് ബേക്കറിയുടെ സീനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെയും ക്ലോസപ്പ് ആണ്, ആ നാൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു ക്ലോസപ്പ് സീനാണ് കാണുന്നത്. Then the camera pans slightly to the right to show Ali picking up the naan dropped by the cook and stacking them on a cloth spread on a wooden plank. The camera moves back to show Ali and three cooks sitting around the stove, kneading and putting it inside the stove. Ali finishes stacking the naan and ties up the cloth into a bundle. Ali ആ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ കുക്ക് പാകം ചെയ്തെടുക്കുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് അടുക്കി വെക്കുകയാണ് നമ്മുടെ അലിയുടെ ജോലി. അപ്പൊ ആ സീൻസും പിന്നെ ക്യാമറ ഒരു അല്പം പുറകിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഫ്രെയിമിൽ തന്നെ ബാക്കി വർക്കേഴ്സിനെയും ഒക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ നമ്പർ 3, ദ ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ആ ബേക്കറിയുടെ പുറത്ത് നിന്നുള്ള ഫുഡ് പാത്തിൽ നിന്നുള്ള ഒരു വിഷ്വൽസ് ആണ് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത്. ഫുഡ് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി, ബേക്കറിയുടെ പുറത്തുള്ള ഫുഡ് പാത്ത് ആണ് നെക്സ്റ്റ് സീൻസ് കാണുന്നത്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ a queue outside the bakery to buy naan. നാൻ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു നിരയാണ് നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാൻ പറ്റുന്നത്. The outline of buildings in the street is seen in the distance. Ali is seen coming out from the bakery into the footpath. Our Ali is coming out from the bakery. Ali is seen coming out from the bakery into the footpath. The parcel of naan in his right hand and the parcel of shoes in his left. ആ നാൻ റൈറ്റ് ഹാൻഡിലും പാർസൽ ഓഫ് ഷൂസ് ലെഫ്റ്റ് ഹാൻഡിലും, രണ്ട് കൈയിലും. ഒന്നില് ഫുഡ് പാഴ്സല് അവൻ അവിടെ വർക്ക് ചെയ്യുകയാണ്. അവിടെ വർക്ക് ചെയ്തതിനു ശേഷം അവൻ അവിടുന്ന് ആ ഒരു കൂലിയായിട്ട് കിട്ടുന്ന കുറച്ച് ഫുഡ് ആ നാനും ഒരു കയ്യില് വെച്ചിട്ട് മറ്റേ കയ്യില് സിസ്റ്ററിന്റെ തന്റെ അനുജത്തിയുടെ ഷൂസിന്റെ പാഴ്സലുമായിട്ട് രണ്ട് കയ്യിലും രണ്ട് സാധനവുമായിട്ട് അതിൽ പുറത്തേക്ക് വരുന്ന ഒരു സീൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. Next, he crosses the pavement and walks into a vegetable store, and he directly goes to the vegetable store and he places the bundle of naan on top of pile of boxes of vegetables stacked in front of the shop and the bag of shoes in the small gap between two boxes. And he places the bundle of naan on the top of a pile of boxes, and he placed that naan on the top of that vegetables. Okay, അവിടെ ഒരു കൊന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസിന്റെ മുകളിലായിട്ട് അവൻ ആ ഫുഡ് ഐറ്റം ആ നാൻ വെക്കുകയും രണ്ട് ബോക്സിനിടയിലായിട്ട് അവന്റെ സിസ്റ്ററിന്റെ ഷൂ വെക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ സീൻ ഇപ്പൊ സ്ക്രീനിൽ കാണാൻ സാധിക്കും. സി ലുക്ക് അറ്റ് ദാറ്റ്. അവൻ ആ ഫുഡ് പ്രോഡക്ട്സ് ആ ഇതിന്റെ വെജിറ്റബിളിന്റെ മുകളിൽ വെച്ചു. നെക്സ്റ്റ് ആ രണ്ട് ബോക്സിനിടയിലായിട്ട് ആ അവന്റെ സിസ്റ്ററിന്റെ ഷൂവും വെക്കുകയുണ്ടായി. നെക്സ്റ്റ് വൺ, on the soundtrack of a hacker's voice is heard. Sir for tray, the shopkeeper is seen standing behind the counter. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഉപ്പ് വിൽക്കുന്ന ഒരാളുടെ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കും. And Ali to the shopkeeper, അലി അവിടെ എത്തിയതിനു ശേഷം ഷോപ്കീപ്പറിനടുത്ത് പറയുകയാണ്, അസ്സലാമു അലൈക്കും അക്ബർക്ക, I need some potatoes. അസ്സലാമു അലൈക്കും അക്ബർക്ക, എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം എന്ന് പറയുകയാണ്. And Akbar, the shopkeeper, gives Ali a small black bag to put potatoes in. Ali starts sticking the large holes of potatoes in a box at the top of the heap. ഇത് പറയുന്ന സമയത്ത് അലിയുടെ കയ്യില് നമ്മുടെ ഷോപ്കീപ്പർ ഒരു കവർ കൊടുക്കുകയാണ്, പൊട്ടറ്റോ എടുക്കാൻ വേണ്ടിയിട്ട് കവർ കൊടുക്കുകയാണ്. അലി അവിടെ മുന്നിൽ വെച്ചിരുന്ന വലിയ പൊട്ടറ്റോസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അക്ബർ പറയുകയാണ്, not those please, pick them down there, hey not those. അതല്ല താഴെ വെച്ചിരിക്കുന്ന ആ ചെറുത് നോക്കി എടുക്കൂ എന്ന് പറയാണ്. He moves to his right, squats down and fills the bag with smaller potatoes from a box on the floor. Close up of Ali picking the potatoes. Then നമുക്ക് കാണാൻ സാധിക്കുക, നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുക അലി ആ പൊട്ടറ്റോസ് എടുക്കുന്നതിന്റെ ക്ലോസ് അപ്പ് സീൻസ് ആണ്.
ക്ലോസപ്പ് ആയിട്ട് ഉള്ള സീനാണ് നെക്സ്റ്റ് കാണുന്നത്. ആൻഡ് കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേയ്മെന്റ്. നെക്സ്റ്റ് സീൻ ആ ക്ലോസപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, അതാണ് സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രത്യേകത. എവിടെയാണ് നെക്സ്റ്റ് ഓരോ ഷോട്ടും എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് സ്ക്രീൻ പ്ലേയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് ആണോ, ക്ലോസപ്പ് ആണോ, അടുത്ത നെക്സ്റ്റ് സീന് എവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം എന്ന്. സോ ദാറ്റ്സ് ക്ലിയർലി മെൻഷൻ ഹിയർ. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേയ്മെന്റ്. പേയ്മെന്റിൽ നിന്നുള്ള ഷോപ്പിന് അകത്തുള്ള ഒരു സീനാണ് നെക്സ്റ്റ് ഷൂട്ട് ചെയ്തത്. എ മാൻ പുഷിംഗ് എ hand cart filled with junk enters the frame from the right and shops in front of the shop. ആ സമയത്ത് പുറത്തു നിന്ന് ഒരു ഉന്തുവണ്ടിയില് ഒരു ആക്രിക്കാരൻ ഒരു ഉന്തുവണ്ടിയുമായിട്ട് ആ കടയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. And the junk collector loudly to the shopkeeper, Assalamu alaikum, with your permission. ആ ഷോപ്കീപ്പറോട് പറയാണ്, അസ്സലാമു അലൈക്കും, with your permission I am going to collect these junks, these polythene sheets from a polythene cover from in front of your shops. നിങ്ങൾ കടയ്ക്ക് മുന്നിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ആ പോളിത്തീൻ കവറുകൾ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് കളക്ട് ചെയ്യുകയാണ്. Then the junk collector picks up bundles of used polythene bags lying scattered on the floor near the boxes of vegetables and throws them into the cart. ആ കടയുടെ മുന്നിൽ നിന്ന് പോളിത്തീൻ കവറുകളെല്ലാം എടുത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ കാർട്ടിലോട്ട്, ആ ഉന്തുവണ്ടിയിലോട്ട് ഇടുന്നു. On the same time he sees Ali's parcel of shoes and he noticed the parcel of Ali's shoes. Ali കൊണ്ടുവച്ച ആ ഷൂസിന്റെ പാർസൽ കാണുന്നു. And he thought that the junk collector thought that it was an unused polythene covers, a useless waste covers. So അങ്ങനെ ചിന്തിച്ചിട്ട് he picked that parcel and threw it into the cart. And taking it for junk, he picks it up and puts it in the cart. The junk collector, goodbye Akbar, says goodbye. And the junk collector leaves. On that time, the junk collector leaves. നിങ്ങൾക്ക് അത് സ്ക്രീനിൽ ഇപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. Then cut away from inside the shop. Next inside, ആ ഷോപ്പിന് ഇൻസൈഡിൽ നിന്നിട്ടുള്ള ഒരു ഷോട്ട് ആണ്. Akbar is on the left edge of the frame counting money. Our Akbar, the shopkeeper, is counting the money. Then Ali finishes filling the bag and hands it to Akbar for weighing. Akbar holds the bag in his hand to feel the weight for a moment and hands it back to Ali. Ali ആ ബാഗ് ഫുൾ ആക്കിയതിനു ശേഷം അക്ബറിന്റെ കയ്യിൽ കൊടുക്കുകയാണ് തൂക്കാനായിട്ട്. അക്ബർ അത് അദ്ദേഹം ത്രാസിൽ വെക്കുന്നതിന് പകരം തന്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തൂക്കിയിട്ട് ഇത്ര വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എമൗണ്ട് പറയുകയാണ്. അക്ബർ 65 nomens. Yes, 65 nomens എന്ന് പറയുന്നു. അലി, my mom said to put it in our tab. എന്റെ അമ്മ പറഞ്ഞു ഇത് നമ്മുടെ പറ്റ് ബുക്കിൽ എഴുതിക്കോളൂ എന്ന് പറയുകയാണ്. Then Akbar, tell her your account has reached its limit and you should tell your mom your account has reached its limit. നിങ്ങളുടെ പറ്റിന്റെ മാക്സിമം പരിധി എത്തിയിരിക്കുകയാണ് എന്ന് അമ്മയുടെ അടുത്ത് പറയണം. And she should pay at least part of it. അതുകൊണ്ട് അമ്മ നിങ്ങളുടെ അമ്മ അതിന് പറ്റിന്റെ ഒരു പകുതിയെങ്കിലും എത്രയും പെട്ടെന്ന് അടയ്ക്കാനും പറയണം എന്ന് he gave a warning. Ali, all right. Then Ali turns to go. അത് അത്രയും പറഞ്ഞതിന് ശേഷം അലി പോകാനായിട്ട് ഭാവിക്കുന്നു. നെക്സ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് it cut to view from outside the shop. ഷോപ്പിന് പുറത്ത് നിന്നുള്ള ഒരു ഷോട്ടാണ് നെക്സ്റ്റ് എടുക്കുന്നത്. And he goes to the pile of boxes in front of the shop and picks the bundle of naan and then looks for the bag of shoes. പുറത്തു പോയതിനു ശേഷം അവൻ വച്ച സ്ഥലത്ത് നിന്ന് അവൻ ആ നാനിന്റെ പൊതി എടുത്തു. അതിനുശേഷം തന്റെ സിസ്റ്ററിന്റെ ഷൂസ് വെച്ച സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എവിടെ പോയി അത് കാണാനില്ല. And unable to find it, he places the bag of naan atop the vegetable boxes and begin to search underneath. Again അത് അവൻ എന്ത് ചെയ്യുന്നു, അവൻ ആ ഫുഡിന്റെ ആ നാനിന്റെ പാക്കറ്റ് വീണ്ടും അതിന് മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അവൻ അവിടെ മൊത്തം സെർച്ച് ചെയ്യുകയാണ്. Between the boxes of vegetables which upsets them all, the vegetable boxes tumble and vegetables scatter on the ground. On hearing the sound, Akbar comes. അവൻ മാക്സിമം അതിന്റെ ഇടയിലോട്ട് ഇങ്ങനെ തലയൊക്കെ ഇട്ട് നോക്കുകയാണ്. നോക്കി അതിനെല്ലാം എന്ത് ചെയ്യുന്നു, താഴെ തള്ളി ഇടുന്നു. ഈ സീൻസ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും. Then running from inside the shop and sees the vegetables strew on the ground. ഇത് ഉടനെ തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ സ്കാറ്റർ ചെയ്ത് ചിന്നിച്ചിതറി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഫ്രണ്ടില്. Then Akbar announces, what the hell are you doing? Why do you spill these? Are you crazy? And he shouted, our Akbar shouted,
Hey, what nonsense you are doing here? Are you crazy? എടാ നിനക്ക് നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്ത് വൃത്തികേടാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അക്ബർ കടയിൽ പുറത്തേക്ക് വരുന്നു. And Ali looking at him with guilt, my sister's shoes have disappeared. അത് എന്റെ സിസ്റ്ററിന്റെ ഷൂസ് ഇവിടെ ഡിസപ്പിയർ ആയിരിക്കുകയാണ്. അത് കാണാനില്ല. എന്റെ സിസ്റ്ററിന്റെ ഈ ഷൂസ് ഞാൻ ഇവിടെ വെച്ചത് അതിപ്പോ കാണാനില്ലെന്ന് പറയുന്നു. Get lost, did it? And Ali, I left my sister's shoes here. ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന സമയത്ത് ഇല്ല, ഞാൻ എന്റെ സിസ്റ്ററിന്റെ ഷൂസ് ഞാൻ ഇവിടെ വെച്ചത് കാണാനില്ല എന്ന് പറഞ്ഞ അക്ബർ, I said get lost, and bangs his fist on the pile of boxes. Ali once again scared. അലി ഇദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ടിട്ട് വളരെ പെട്ടെന്ന് പേടിച്ച് അവിടുന്ന് സ്ഥലം വിടും. നെക്സ്റ്റ് വൺ, ഇറ്റ് സീം ഫോർ അലീസ് ഹൗസ്. അലിയുടെ വീടാണ് നാലാമത്തെ സീനായിട്ട് കാണിക്കുന്നത്. അത് നോക്കുമ്പോ മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട്, ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ആണ് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വൈ? ബിക്കോസ് Ali and his sister Sarah reading their textbooks kneeling on the mattress. ഒരു മാട്രസിന്റെ പുറത്ത് മുട്ടുകുത്തി ഇരുന്ന് ഇങ്ങനെ എന്തോ എഴുതുന്ന ഒരു സീൻ രണ്ടുപേരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ആണ് അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. A baby's cry is heard faintly on the soundtrack. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുട്ടിയുടെ കരച്ചിലും കേൾക്കാം. Then the camera closes in on Zara, who is writing in a notebook, mumbling the words as she writes. സാറ എന്തോ ഒരു ബുക്കിൽ കുത്തി കുറിക്കുകയാണ്. അവൾ അത് പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. Alice, how am I going to school without shoes? അലി, ഞാൻ എന്റെ ഷൂസ് ഇല്ലാണ്ട് എങ്ങനെ ഞാൻ സ്കൂളിൽ പോകും? അവൾ എഴുതുകയാണ്. ഡയറക്റ്റ് കോൺവെർസേഷൻ അല്ല, ഒരു ബുക്കിൽ എഴുതി. കാരണം അപ്പുറത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവര് ഇനി പഠിക്കാനിരിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ വഴക്ക് പറയുമെന്ന് കരുതിയിട്ട് ഇവർ രണ്ടുപേരും they converse each other with the help of a notebook. ഒരു ബുക്കിൽ എഴുതിയാണ് അവര് പരസ്പരം സംസാരിക്കുന്നത്. അലി, നമ്മുടെ സാറ എഴുതി കാണിക്കുകയാണ്. അലി, ഷൂസ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? Ali, how I am going to school without shoes? The camera moves back to the middle distance. Now both Sarah and Ali are in the frame. ആ ക്യാമറ അല്പം പുറകിലോട്ട് പോകുന്ന സമയത്ത്, മിഡിൽ ഡിസ്റ്റൻസിലോട്ട് പോകുന്ന സമയത്ത് we can clearly see both Sarah and Ali are in the frame. Now both Ali and Sarah are in the frame. Then their parents' conversation on the other end of the room is heard on the soundtrack. തൊട്ടടുത്ത മുറിയിലുള്ള അച്ഛനും അമ്മയും സംസാരിക്കുന്നതിന്റെ സൗണ്ട് ട്രാക്കും നമുക്ക് ആ സമയത്ത് കേൾക്കാൻ സാധിക്കും. And interspersed with the sound of a hammer bang, ഒരു ഹാമറിന്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കും. മദർ ഓഫ് സ്ക്രീൻ, നമ്മുടെ മദർ നമുക്ക് കാണാൻ സാധിക്കില്ല, ഓഫ് സ്ക്രീനിലാണ്. And go to a company store tomorrow. We don't have any formula left. നിങ്ങൾ കമ്പനി സ്റ്റോറിൽ പോയി എന്തെങ്കിലും വാങ്ങണം, നമുക്ക് മറ്റൊന്നും ഇല്ല എന്നുള്ള ശബ്ദം കൂടി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. And Sarah passes her notebooks to Ali. സാറ ഇത്രയും എഴുതിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ശബ്ദവും ഇവരുടെ ഈ പ്രവൃത്തിയുമാണ്. സാറ ഒരു ബുക്കിൽ എഴുതിയിട്ട് അലിയുടെ കയ്യിൽ കൊടുക്കുന്നു. And Sarah passes her notebooks to Ali. And father, off screen we can hear that their sounds. Don't worry, father. Rahimaka's wife had a slip disc. Surgery made it worse. റഹീമിക്കയുടെ വൈഫിനും ഒരു ഡിസ്ക് പ്രോബ്ലം ആണ്. സർജറി ചെയ്തു, പക്ഷെ അത് ഭയങ്കര സങ്കീർണമായി. സർജറി ചെയ്ത് ശരിയാക്കാൻ വേണ്ടി സർജറി ചെയ്തു, പക്ഷെ അത് സക്സസ് ആയില്ല. കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സ് ആക്കി എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് കോൺവെർസേഷൻ we can understand that നമ്മുടെ അലിയുടെയും സാറയുടെയും അമ്മയ്ക്കും സുഖമില്ലാണ്ട് കിടക്കുകയായിരിക്കും. അപ്പൊ അവരെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സർജറി വേണ്ട എന്നുള്ള സജഷൻ എന്ന രൂപേണയാണ് ഇവരുടെ അച്ഛൻ പറയുന്നത്. ആരുടെ, നമ്മുടെ റഹീമിക്കയുടെ വൈഫിന്റെ ഡിസ്ക് പ്രോബ്ലത്തിന് വേണ്ടി സർജറി ചെയ്തതും സക്സസ് ആയില്ല എന്ന് പറയുകയാണ്. The alternate close-up of Ali and Sarah listening to their parents' conversation and looking at each other. അവര് സെയിം ടൈം സാറയും അലിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, അവരുടെ കോൺവെർസേഷൻ മറ്റവരുടെ കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട്. Then cut to middle distance shot of mother lying on a bed. നെക്സ്റ്റ് ഒരു മിഡിൽ ഷോട്ട് ആണ്, മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ആണ്. അലിയുടെ അമ്മ, mother lying on a bed towards the left of the frame, leaning back against two propped up pillows. രണ്ട് തലയണ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ചാരി ഇരിക്കുകയാണ് അലിയുടെയും സാറയുടെയും അമ്മ. And father is sitting on a chair beyond the bed near the wall. ആ ചുമരിനോട് ചേർന്ന് ഇതിന്റെ അടുത്തായിട്ട്, ബെഡിന് തൊട്ടടുത്തായിട്ട് അച്ഛനും ഇരിപ്പുണ്ട്. And chopping wooden flints with a hammer and a block. അദ്ദേഹം തന്നെ ഹാമർ ഒക്കെ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And behind him
are two ledges on which are seen some vessels and clues. കുറച്ച് വെസൽസും കുറച്ച് പാത്രങ്ങളും തുണികളും ഒക്കെ കാണാൻ സാധിക്കും. സോ ഇത് സ്ക്രീൻ പ്ലേയില് ആ സീനിൽ എന്തൊക്കെ കാണണം, എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കും. Then father, you should learn to live with it. ഫാദർ ഒരു സജഷൻ അമ്മയുടെ അടുത്ത് പറയാണ്. Then cut to close up of Ali reading from the book Sarah has passed on to him. നെക്സ്റ്റ് സീൻ സാറ പാസ് ചെയ്ത ആ ബുക്ക് നമ്മുടെ അലി വായിക്കുന്ന സീനാണ് നെക്സ്റ്റ് നമുക്ക് സീനിൽ കാണാൻ സാധിക്കും. മദർ ഓൺ ദാറ്റ് ടൈം ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ശബ്ദം, അവരുടെ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് മദർ, വി കൻ ഹിയർ ദാറ്റ്. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഡു നത്തിങ് ഓൾ ഡേ, ഒരു ദിവസം മുഴുവൻ ഒന്നും ഇല്ലാണ്ട് കഴിയണമെന്നാണോ? അച്ഛനും അമ്മയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അറ്റ് ദ സെയിം ടൈം അലി സ്റ്റാർട്ട്സ് ടു റൈറ്റ് ആൻഡ് ഫാദർ വാസ് സേയിങ്, well, the doctor has forbidden work. ഡോക്ടറിന് ഒരുപാട് ജോലിയുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ ഡോക്ടറിനൊക്കെ ഒരുപാട് തിരക്കിലാണ് ഡോക്ടർ. Then Ali writes, you can go to school with slippers. അലി എഴുതിയാണ് ആ സമയം, നിനക്ക് എന്തോ നിന്റെ സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ട് പോവാം. അലി writes, you can go to school with slippers, mumbling the words as he writes, and passes the notebook to Sarah close above the note. And after writing that, he transferred or he gave that notebook to Sarah. No. And mother off screen, Kogab Kanom's sisters had surgery and she's fine. പക്ഷേ ഈ കൊഗാബ് കനോമിന്റെ സിസ്റ്ററിന് ഒരു സർജറി ചെയ്തത് ശരിയായി, ഇപ്പൊ അവര് നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. കാരണം ഷീ വാണ്ട് സർജറി. നമ്മുടെ സാറയുടെയും അലിയുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഇങ്ങനെ ഒരേ കിടപ്പാണ്. അപ്പൊ അവർക്ക് സർജറി വേണമെന്ന് പറയിക്കാൻ അല്ലെങ്കിൽ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഓൺ ദ സെയിം ടൈം അലിയുടെ അച്ഛൻ പറയാണ് ഇന്ന ആൾക്ക് സർജറി ചെയ്തത് സക്സസ് ആയില്ല, അതുകൊണ്ട് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നെക്സ്റ്റ്, cut to the close up of Sarah taking the notebook and reading what Ali has written. Father on screen, off screen, don't ever think about surgery. Hey, you please don't ever think about surgery. സർജറിയെ കുറിച്ചൊന്നും ആലോചിക്കണ്ട നീ എന്ന് പറയുകയാണ്. Uttering close goes Sarah and Ali looking at each other. Father on screen, I don't want you to become crippled. Cut to close up Sarah writing in the notebook. അച്ഛൻ പറയാണ് എനിക്ക് ഒരിക്കലും നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാണാൻ വേണ്ടി പറ്റില്ല സർജറിക്ക് ശേഷം എന്ന് പറയുക. Then mumbling as she writes, Ali, you have some nerve. You lost my shoes. I'll tell Dad. എടാ നീ എന്ത് ഈ പണിയായി കാണിച്ചു? ഞാൻ എന്തായാലും ഇത് അച്ഛൻ്റെ അടുത്ത് പറയും, നീ എന്റെ ഷൂസ് കൊണ്ട് കളഞ്ഞു എന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുമെന്ന് അവൾ ആ ബുക്കിൽ എഴുതുകയാണ്. ആൻഡ് ക്ലോസ് അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സാറ. നെക്സ്റ്റ് അലി പെട്ടെന്ന് നമ്മുടെ സാറയെ നോക്കുന്നതിന്റെ ഒരു ക്ലോസ് അപ്പ് ആണ്, നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആൻഡ് ഷി passes the notebook to Ali, close up the notebook. Then ആ ബുക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ബുക്കിന്റെ ക്ലോസ് അപ്പ് ആണ് നെക്സ്റ്റ് നമുക്ക് സീനിൽ കാണാൻ സാധിക്കുക. The conversation of their parents continues on the soundtrack, now less audible, interspersed by the beat of the hammer on the block. Close up of Ali writing in the notebook. അവരുടെ ശബ്ദം സൗണ്ട് ട്രാക്കിൽ അവരുടെ കോൺവെർസേഷൻ ലൈറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഈ നോട്ട്ബുക്കിന്റെ ക്ലോസ് അപ്പ് ആണ് നെക്സ്റ്റ്. Then, too close as father working on the other end of the room, looking at the camera interspersed with the close-up of Ali and Sarah and a middle-range shot showing them. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് നമ്മുടെ അലിയെയും സാറയും അച്ഛൻ ഇങ്ങനെ നോക്കുന്നതിന്റെ, അച്ഛൻ ഇങ്ങനെ ഇടക്കണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, അതിന്റെ ഒരു ക്ലോസ്-അപ്പും ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. Then Ali writes in the notebook and passes it to Sarah. Sarah reads what Ali has written in the notebook. In a whisper, Sarah, if you tell Dad, he will beat both of us. Sarah, നീ ഇത് അച്ഛൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ definitely he will beat both of us. നീ അച്ഛൻ്റെ അടുത്ത് പറയാൻ നമ്മളെ രണ്ടുപേരെയും അച്ഛൻ എന്ത് ചെയ്യും? തല്ലും. And Sarah, if you tell Dad, he will beat both of us because he doesn't have money to buy you a pair of shoes. Why? Because he doesn't have enough money to buy a new pair of shoes. നമുക്ക് നിനക്കൊരു പുതിയ ഷൂസ് വാങ്ങിച്ചു തരാനായിട്ട് അച്ഛൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. സോ പ്ലീസ് ഡോണ്ട് ടെൽ. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നീ പറയരുത് എന്ന് പറയുകയാണ്. And I'll tell them when you are. Sarah writes, then what should I do? In the notebook and passes it to Ali. Ali writes, you can wear my sneakers, and passes the notebook back. സാറ ഇപ്പൊ എഴുതിയിട്ട് ഇങ്ങനെ അലിക്ക് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോട്ടിൽ എഴുതി കൊടുക്കുന്നു. അലി ആ നോട്ടിൽ തന്നെ എഴുതി
തിരിച്ചു പറയാം, നിനക്ക് എന്റെ ഷൂസ്, എന്റെ ചെരുപ്പ്, എന്റെ ചപ്പൽ നിനക്ക് ഇടാം എന്ന് പറഞ്ഞ് നോട്ട് എഴുതി തിരിച്ചു കൊടുക്കുകയാണ്. സാറ റൈറ്റ്സ് ഐ വിൽ വിയർ ദം when you are back from school. ഓക്കെ, ഞാനത് നീ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ അത് ഇടാം എന്ന് പറഞ്ഞ സാറയും എഴുതി നോക്കും. During the passing of the notebook back and forth, only the notebook in close-up and hands are visible in the frame. അവരിങ്ങനെ പരസ്പരം നോട്ടിൽ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിന്റെയും ആ ബുക്കിന്റെയും ക്ലോസപ്പ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. And close-up of Sarah writing, the stub of the pencil breaks. ഒരു കുഞ്ഞു പെൻസിൽ വെച്ചാണ് എഴുതുന്നത്, അത് ആ പെൻസിൽ ഒടിഞ്ഞു പോകുന്നു. And he put his pencil on the notebook for her to write. അവന്റെ നമ്മുടെ സാറയുടെ നോട്ട്ബുക്ക്, സാറയുടെ പെൻസിൽ പൊട്ടിപ്പോകുന്ന സമയത്ത് അലി തന്റെ പെൻസിൽ അവളുടെ ബുക്കിന്റെ പുറത്ത് വയ്ക്കുകയാണ് എഴുതാനായിട്ട്. And Sarah does not take the pencil, but she doesn't take that pencil. Close up of pencil lying on the notebook. ആ നോട്ട്ബുക്കിൽ തന്നെ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന ആ പെൻസിലിന്റെ ക്ലോസപ്പില് ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് ഇത്രയും മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റിൽ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ഈ കുറച്ച് ഭാഗം, അതിന്റെ സ്ക്രീൻ പ്ലേയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ഫിലിമിന്റെ സ്ക്രീൻ പ്ലേയുടെ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് പോർഷൻസ്. സോ ഇറ്റ്സ് മൈ സജഷൻ, പ്ലീസ് ട്രൈ ടു വാച്ച് ദ ഹോൾ ഫിലിം. Children of Heaven. It's a very heart-touching film. So thank you guys. See you in the next class.